നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ളത് തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് എൻ്റെത്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് പൊങ്കാല മാഹാത്മ്യം, അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചായിരുന്നു. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പൊങ്കാല ഇടാൻ പോകുന്നവരുടെ സംശയങ്ങൾ, അതിൻ്റെ സംശയ നിവർത്തിയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് പൊങ്കാല ഇടുന്നത് എങ്ങനെ, എന്തൊക്കെ ഏതൊക്കെ ഐറ്റങ്ങൾ വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലവണ്ണം ഉപകരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാരിൽ നിന്ന് നേരിട്ട് പഠിച്ചതാണ്. വേറെ ഒരിടത്തുനിന്നും കേൾക്കാനൊന്നും നമുക്ക് അന്ന് ഈ പറയും പോലെ മാധ്യമങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഈ പല വഴി നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫലപ്രദമാവട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, പക്ഷെ അറിയാത്തവർ കാണുന്നവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെല്ലാം അത് കണ്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്യട്ടെ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ കാണുന്നവരെല്ലാം തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക്, കമൻറ്റ്, ഇതിലെന്തെങ്കിലും പോരായ്മകൾ, എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ, ഇതെല്ലാം തന്നെ എനിക്ക് കമൻ്റായിട്ടിട്ട് ചോദിക്കണം. പിന്നെ ലൈക്ക് തരാൻ മറക്കരുത്, സബ്സ്ക്രൈബ് തരാൻ മറക്കുകയോ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഒട്ടും തന്നെ മടിക്കുകയോ മറക്കുകയോ ചെയ്യരുത്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. ഇതെൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. വേറെ പലർക്കും പല പല തരത്തിലുള്ള അറിവും ആയിരിക്കാം ഉണ്ടാവുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് അതേപടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പൊങ്കാല ഇടാൻ ചിന്തിക്കുമ്പോൾ തന്നെ ഉത്സവത്തിന് മുമ്പേ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ മാക്സിമം പറ്റാവുന്നവർ കാപ്പ് കെട്ടുന്ന അന്ന് മുതൽ വ്രതം എടുക്കുക. നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചെടുക്കുന്നത് ആ ഒരു പ്രാർത്ഥന നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക. ഏത് സമയത്തും ഉണ്ടായിരിക്കുക. ഏത് സമയത്തും നമ്മൾ അമ്മയെ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുക. മനസ്സിൽ പോയി ചെന്ന് തൊഴാനൊന്നും പറ്റണ ഒരു അവസരമല്ല, അത്രയ്ക്ക് ജന കേട്ടോ അവിടെ. എന്നാലും പറ്റുമെങ്കിൽ ഒരു ദിവസമെങ്കിലും പോയി തൊഴണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പൊങ്കാലയൊക്കെ എന്തൊക്കെ വേണം, ഇങ്ങനെ പൊങ്കാല മാത്രം മതിയോ, അതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട തിരളിയപ്പം, മണ്ടപ്പുറ്റ് ഇതൊക്കെ ഉണ്ടാക്കണോ, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുക. കാരണം നേരത്തെ തന്നെ ചിന്തിക്കണമെന്ന് പറയാമെന്ന് വെച്ചാൽ കുറച്ച് ഒരുക്ക് പടികളുണ്ട് അതിനൊക്കെ തന്നെ. അപ്പോൾ ഈ വ്രതം തുടങ്ങി ഉടനെ തന്നെ നമ്മൾ ഓരോരോ പണികളായിട്ട് ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് കൊതുമ്പും ചൂട്ടുമൊക്കെ കെട്ടി വയ്ക്കുക. കൊതുമ്പും ചൂട്ട്, ഓലച്ചൂട്ട്, മറ്റേ ഇന്ന് കൊളുത്താൻ വേണ്ടിയിട്ടുള്ള കോച്ചാട എന്ന് പറയുന്ന ആ ചൂട്ട്, ഇതെല്ലാം തന്നെ നമ്മൾ നല്ലോണം വെയിലത്തിട്ട് ഉണക്കി കുടഞ്ഞ് നല്ല വൃത്തിയായിട്ട് കെട്ടി വയ്ക്കുക. ചിലരൊക്കെ കഴുകി ഉണക്കിയൊക്കെ കൊണ്ട് എന്താണെന്നറിയോ, ഭയങ്കര അലർജി കേട്ടോ കൊതുമ്പിന്. എനിക്ക് ഭയങ്കര അലർജിയാണ്. ഞാനിപ്പോൾ ഇത് ഇന്നലെ മെനിങ്ങാന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അന്നേരം മൂലം മാന്തിക്കൊണ്ട് നടക്കുക. അപ്പോൾ ഈ പൊങ്കാല തറമ മാന്തൽ തീരും. നമ്മൾ തലേദിവസമൊക്കെ ചെയ്താൽ പൊങ്കാലയ്ക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല, ചൊറി കാരണം. അതുകൊണ്ട് അത് അലർജിയൊക്കെ ഉള്ളവരൊക്കെ നേരത്തെ ചെയ്തോളുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരളിയപ്പം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള പാത്രം, മണ്ടപ്പുറ്റ് ഉണ്ടാക്കണമെങ്കിൽ പാത്രം, പിന്നെ മൺകലം, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം നേരത്തെ തന്നെ. അപ്പോൾ തിരളി ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അരിയൊക്കെ പൊടിച്ചൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നമ്മളിനി ഇതെങ്ങനെയാണ് എന്ന തുടക്കം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പൊങ്കാലയിടാൻ പോണതിന് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അരി, തിരളിക്കുള്ള അരി ഇങ്ങനെ കോത്ത് വാർത്ത് വെച്ച് ഒന്നുകിൽ മിക്സിയിൽ അല്ലെങ്കിൽ മെല്ലിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് പൊടിപ്പിക്കുക. മിക്സി കൊടുത്ത് പൊടിക്കാനേ ഞാൻ പറയും. കാര്യം എന്ന് വെച്ചാൽ തിരളിക്കായിട്ടും മണ്ടപ്പുറ്റിനായാലും നമുക്കത് ഒരു പൊടി കുറച്ചൊന്നൊരു തരിതരിപ്പ് വേണം. മറ്റേ നല്ല മാവ് പോലെ പൊടിയുണ്ട. അപ്പോൾ നമ്മൾ മിക്സിയിൽ നല്ല ഇതായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് പൊടിച്ച് വയ്ക്കുക. മണ്ടപ്പുറ്റിനാണെങ്കിലോ പയർ വറുത്ത് നല്ല പൊടിയരി പോലെ പൊടിച്ച് നല്ല പാറ്റി പറക്കി അതിൻ്റെ തോടും കൊണ്ടൊന്നും എല്ലാം കളഞ്ഞ് അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ശർക്കര, തേങ്ങ, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണ്ടേ. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊതുമ്പ് ചുട്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പാത്രങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ മിക്കവാറും ബന്ധുക്കളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തലേ ദിവസമേക്ക് പോവും. അല്ലെങ്കിൽ എന്തായാലും 12-2 മണിയോടെയൊക്കെ എല്ലാവരും പോവും. കാരണം 10:30 കൊളുത്തുമ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം. മൺകലമൊക്കെ ഞാൻ അവിടെ പോയിട്ടാണ് വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം പൊങ്കാല എടുത്തെത്തുന്നു. നല്ല ശുഭ്ര വസ്ത്രം തന്നെ പൊങ്കാലയ്ക്ക് ധരിക്കണം കേട്ടോ. ഒരു ചീഞ്ഞതോ കേടായതും അഴുക്കായതും ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അതാണ് ചിലർ പുതിയതെന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സിലാവുമ്പോൾ തൊട്ട് തുറക്കുകളോ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. അതാ പുതിയതെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കൊന്നും പേടിക്കാതെ അതെങ്കിലും എടുത്തിടാമല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നല്ല അലക്കി തേച്ച് നല്ല ശുദ്ധമായ വസ്ത്രം ഇട്ടുകൊണ്ട് ഇതെല്ലാം കൊണ്ട് നമ്മൾ പോയി ചെന്ന് ഇരിക്കുന്ന ആ സ്ഥലം
നമ്മളൊരു പേപ്പർ കൊണ്ടെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് തൂത്ത് മാറ്റി കല്ല് കൂട്ടുക. കല്ല് കൂട്ടിയിട്ട് അതിൽ കലവും തിരളിയില പാത്രവും ഒക്കെ വെച്ച് ഒക്കെ സെറ്റാക്കി നോക്കുക. എന്നിട്ടെല്ലാം താഴെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ പണി തുടങ്ങാം. പണി തുടങ്ങുമ്പോൾ വെച്ചാൽ തിരളിക്ക് നമ്മൾ കുഴച്ച് സെറ്റാക്കി വയ്ക്കും, മണ്ടപ്പുറ്റ് സെറ്റാക്കി വയ്ക്കും. എന്നിട്ടാണ് പായസത്തിന് തീ കൊളുത്തുന്നത്. അതിന് മുമ്പേ സെറ്റാക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് 2-3 അടുപ്പ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒറ്റ അടുപ്പിൽ തന്നെ പായസം കഴിഞ്ഞതിന് ശേഷം തിരളി ഉണ്ടാക്കാം. തിരളി ഉണ്ടാക്കിയിട്ട് അതേ പാത്രം മതി മണ്ടപ്പുറ്റിന്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം എങ്ങനെ വെച്ചാൽ ഇത് സെറ്റ് ചെയ്തിട്ട് അടുപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഗണപതി ഒരുക്കാം. ഗണപതി ഒരുക്കില്ലേലും കുഴപ്പമില്ല. പക്ഷേ ആറ്റുകാലൊക്കെ ആകുമ്പോൾ പല സ്ഥലങ്ങളിലും അല്ലേ ഇരിക്കുന്നത്, ദൂരോട്ടൊക്കെ മാറി അമ്പലത്തിൻ്റെ ഏതാണ്ട് ചുറ്റളവിലൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഗണപതി വയ്ക്കാം. ഗണപതി ഒരുക്കിന് പഴം, മലര്, അവില്, പിന്നെ ഇച്ചിരി മുന്തിരി, കർക്കണ്ട് അങ്ങനെയൊക്കെ വെച്ച് ഒരു തിരിയും ഒരു നിലവിളക്കും കൊളുത്തി വെച്ച്, നിലവിളക്ക് എന്ന് പറയുമ്പോൾ വലിയ വിളക്ക് കൊണ്ടുപോകണമെന്നില്ല, ചെറിയ കുഞ്ഞ് വിളക്കായാലും മതി വെച്ച് അതും സെറ്റ് ചെയ്യാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതെല്ലാം നമുക്ക് തീ കൊളുത്താറാകുമ്പോഴത്തേക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ച് അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ച് പാത്രങ്ങളെല്ലാം വയ്ക്കാനുള്ള ഒക്കെ സെറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ആദ്യം പയറെടുത്തിട്ട് നമ്മൾ പാറ്റിപ്പറക്കിയൊക്കെ വെച്ചൊക്കെയല്ലേ, അതിനൊന്നുകൂടെ ഒന്ന് അരിച്ച് കല്ല് വല്ലോണ്ടോ എന്നൊക്കെ നോക്കി അതിനെ കഴുകിയിട്ട് അതിന് കുതിർന്ന് വരാൻ വേണ്ടി ഒരറ്റത്ത് മാറ്റി. പിന്നെ നമ്മൾ ശർക്കര ചെത്തും, ഫുൾ ശർക്കര അങ്ങോട്ട് ചെത്തും, എന്തിനാ തിരളിക്കും മണ്ടപ്പൂറ്റിനുള്ളത്. എന്നിട്ട് തിരളിയുടെ മാവ് അങ്ങോട്ടൊരു പാത്രത്തിൽ തട്ടിയിട്ട് അതിൽ തേങ്ങയിട്ട് ശർക്കരയിട്ട് ഏലക്കായും ഇട്ട് നമ്മളൊന്ന് ഞെരടി മിക്സ് ചെയ്ത് നോക്കണം. എന്നിട്ട് അത് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത് ബാക്കി വെള്ളത്തിന് പകരം പഴമാണ് കേട്ടോ, വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ ഈ ശർക്കരയും തേങ്ങയും കൂടെ ഇങ്ങനെ കുഴയുമ്പോൾ തന്നെ അതിൽ കുറച്ച് ജലാംശമുണ്ട്, കുഴയും. ഇല്ലാത്തതിന് പോരാത്തതിനുള്ള പഴം ആവശ്യം മാത്രം ഇട്ട് കൊടുക്കാൻ, ലൂസായി പോകരുത്. അപ്പോൾ അതിങ്ങനെ കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിനെന്ന് വെച്ചാൽ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ലൂസായാലും കുഴപ്പമില്ല, അകത്ത് ഇങ്ങനെ നിറച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമ്മൾ ഇലയിൽ ഇങ്ങനെ മടക്കിയുള്ളതാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നല്ല കട്ടി വേണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പരത്താൻ ശരിയാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ഇലയായിരിക്കുമല്ലോ, അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്തായിട്ട് ആദ്യം ഒരു നീളത്തിൻ്റെ ഒരു ഉണ്ട ഉരുട്ടി വയ്ക്കുക. എന്നിട്ട് അതിനെ അങ്ങോട്ട് മടക്കുക, വീണ്ടും ഉരുട്ടി വയ്ക്കുക, വീണ്ടും ഇങ്ങോട്ട് മടക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് അതിനൊരു 3-4 പീസ് ഉണ്ടാക്കി ഈർക്കിലി കോർത്ത് വയ്ക്കാം. നല്ല പച്ച ഈർക്കിലി തന്നെ എടുക്കണം, ശുദ്ധമായിട്ടുള്ളതായിരിക്കണം കേട്ടോ. എന്നിട്ട് ആ ഈർക്കിലിൻ്റെ തുമ്പിൽ ഇങ്ങനെ ഒരു ചുറ്റിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് ഈ തിരളി വെച്ച് കൊടുത്താൽ അത് തിരളി താഴോട്ട് പോരില്ല, അവിടെ തടയിട്ട് നിൽക്കും. അങ്ങനെ നമുക്ക് എത്ര തിരളിയുണ്ടോ അത്രയും മാല പോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇഡലി പാത്രത്തിനകത്ത് വെള്ളമൊക്കെ വെച്ച് അതിൽ സെറ്റ് ചെയ്ത് ഇനി അടുത്ത് നമുക്ക് മണ്ടപ്പുറ്റിലേക്ക് കിടക്കാം. മണ്ടപ്പുറ്റ് എങ്ങനെയാണ്, നമ്മൾ പയർ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മാവെടുത്തിടുക, അതിൽ ശർക്കര ചെത്തിയിടുക, തേങ്ങ, ഏലക്ക, ഈ പയറും കൂടെ തട്ടി നമ്മൾ ആദ്യം ഒന്ന് കുഴയ്ക്കണം. കാരണം ശർക്കരയിലും തേങ്ങയിലും ജലാംശമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ആവശ്യത്തിന് പിന്നെ പഴം എടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഉണ്ടാക്കാവൂ, വെള്ളം കൂടിപ്പോകരുത്, പഴം നമ്മൾ കൂടിപ്പോകരുത്. എന്നിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഇത് ബണ്ട് കെട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയാണോ പാത്രമാണോ അതിലിങ്ങനെ ഒരു വെള്ള തുണി ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് ഈ കുഴച്ച മാവിനെ ഇങ്ങനെ പുറ്റുപോലെ വാരി വയ്ക്കും. എന്നിട്ട് അതിൽ കണ്ണും മൂക്കൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും മണ്ടപ്പുറ്റെന്ന് പറയണം. ഇപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അത് വേവിൻ്റെ പ്രശ്നങ്ങളും അതും ഇതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ നല്ലോണം ഉരുട്ടി എടുത്തിട്ട് അതിലിങ്ങനെ കണ്ണും മൂക്കൊക്കെ വയ്ക്കും. അത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ച് ഉരുട്ടി എന്നിട്ട് ഈ തിരളി വെന്തതിന് ശേഷം നമ്മളതിലിട്ട് വേവിച്ചെടുക്കണം ചെയ്യുന്നത്. അപ്പം തിരളിയായി മണ്ടപ്പൂറ്റ് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് പായസം എന്ന് പറയുമ്പോഴത്തേക്ക് ശർക്കര പായസത്തിന് നമ്മളെങ്ങനെയാണ് ചെയ്യണേ, ഈ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൽ ഈ അരി ഇങ്ങനെ എടുത്ത് കഴുകി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച്, അമ്മയെ പ്രാർത്ഥിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ 2 കൈ കൊണ്ട് വാരി വേണം കലത്തിലിടാനായിട്ട്. അതിങ്ങനെ നല്ല തിളച്ച് തൂവി കുറച്ച് വേകുമ്പോൾ ശർക്കര ഇടാം, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തേങ്ങ ഇടാം, പിന്നെ ഏലക്ക ഇടാം, പിന്നെ മുന്തിരിങ്ങ ഇടാം, പിന്നെ നെയ്യ് ഒഴിക്കാം. ഇങ്ങനെ എല്ലാം സെറ്റാക്കി നമുക്ക് പഴവും ഇടണം കേട്ടോ. അപ്പോൾ ആ പായസത്തിന് ഇങ്ങനെ നമുക്ക് സെറ്റാക്കി വാങ്ങി വയ്ക്കാം. അപ്പോൾ നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി ശർക്കര പായസമായി കഴിഞ്ഞു. ഇല്ല അരവണയാണെങ്കിൽ നമുക്ക് ശർക്കര ഇങ്ങനെ പാനി കാച്ചണം കേട്ടോ. അതിന് പാനി കാച്ചിട്ട് ഇങ്ങനെ നമുക്ക് അരിക്കാൻ അരിപ്പൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തെളിച്ചൊഴിച്ചാലും വന്നിട്ട് അരിയിട്ട് കുറച്ച് തിളച്ച് വരുമ്പോൾ അതിനകത്ത് ഈ പാനി ഒഴിച്ച് നെയ്യും ഏലക്കായും ഉണക്ക തേങ്ങയും മുന്തിരിയും കർക്കണ്ടും ഒക്കെ ഇട്ട് നമുക്കതിനെ അരവണയാക്കി മാറ്റാം. കടും പായസമാണെങ്കിൽ ഇതുപോലെ തന്നെ പഴവും തേങ്ങയൊന്നും ഇടാതെ കുറച്ച് നല്ല ശർക്കരയൊക്കെ കൂടുതലിട്ട് അതിനെ നെയ്യ് ഒഴിച്ച് അതുണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇടിച്ചു പിഴിഞ്ഞ പായസം ഒന്നുമില്ല, അത് നമ്മൾ കപ്പിൽ കോരി കുടിക്കുന്നതാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തേങ്ങ കൊത്തൊക്കെ കൂടെ അതിൽ ഇങ്ങനെ കിടക്കും, ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞ് ഇതുപോലെ അരി നല്ല വെന്തിട്ട് അതിനകത്ത് ഇതിനെ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ച് ഇത് ലൂസായിരിക്കും.
ഏലക്കയും അതിന് പഴമൊന്നും വേണ്ട, ഏലക്കയും ഇട്ട് അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വെള്ള നിവേദ്യം അമ്മയ്ക്ക് പ്രാധാന്യമാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അരി വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അതിൽ തേങ്ങ ഒരു ചെറുതെങ്കിൽ ഒരു പഴം, വലുതാണെങ്കിൽ കുറച്ച് മതി, പഴവും കുറച്ച് തേങ്ങയും ഒരു ഏലക്കായ ലേശം നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കണം. അത് ചോറാണ് നമ്മൾ വെളിയിൽ പോകുമ്പോൾ വെളുന്ന് കാണുന്നതാണെങ്കിലും അമ്മയ്ക്ക് നേദിക്കണില്ല. അപ്പോൾ ഈ വിശിഷ്ട സാധനങ്ങളെല്ലാം ഇട്ട് തന്നെ അതുണ്ടാക്കി എടുക്കണം. അപ്പോൾ അതും വെള്ള നിവേദ്യം ആയിക്കഴിഞ്ഞു. പിന്നെ ചിലർ എങ്ങനെ വെച്ചാൽ അട ഉണ്ടാക്കുമ്പോൾ അടയ്ക്ക് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലയട പോലെ ഇങ്ങനെ കട്ടിക്ക് കുഴച്ചിങ്ങനെ പരത്തിയിട്ട് അതിൽ കൂട്ട് വയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൂസായിട്ട് കലക്കിയിട്ട് ഈ പൊടിയന്നി വട്ടത്താമര എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഇലയിൽ ഈ മാവിങ്ങനെ കോരി ഒഴിച്ചിട്ട് കൂട്ട് വയ്ക്കണം. അപ്പോൾ ഇലയടയുടെ കൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം, തേങ്ങ, പഞ്ചസാരയാണ് അതിന്, ശർക്കരയല്ല, പഞ്ചസാര, ഏലക്ക ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഇലയടയ്ക്കകത്ത് ഇങ്ങനെ മാവ് ഒഴിച്ചതിൽ കുറച്ച് വെച്ച് ഇങ്ങനെ ചുറ്റി മടക്കി അതിനെ വേവിച്ചെടുക്കാറാണ് പതിവ്. പിന്നെ പയർ ചിലർ ഇങ്ങനെ തമ്പുരാനി നേദിക്കാറുണ്ട് കേട്ടോ. നേദിക്കാൻ വേണ്ടിയിട്ട് അവിക്കാറുണ്ട്. അതിൽ ശകല ശർക്കരയും ഒരു ഏലക്കയും ഇട്ട് അതിനെ ഒന്ന് ഇളക്കി വേവിച്ച് കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ അമ്മയ്ക്ക് നമ്മളെ ഇഷ്ടാനുസരണം നമ്മളെ ആരോഗ്യവും നമ്മളെ ആ സമ്പത്തും ഒക്കെ വെച്ച് നമുക്ക് എങ്ങനെ വേണോ അമ്മയ്ക്ക് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും അമ്മയ്ക്ക് സന്തോഷം തന്നെയാണ്, നമ്മുടെ മനസ്സിന് സന്തോഷം തന്നെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോട്ടൺ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും തീയും കൂടെ ഇങ്ങനെ ചൂടല്ലേ നമുക്ക്, അപ്പോൾ ചൂട് ഇങ്ങനെ ജസ്റ്റ് അടിച്ചാൽ തന്നെ നമ്മളല്ലാത്ത തുണികളൊക്കെ ആണെങ്കിൽ കത്തിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പൊങ്കാലടുപ്പിൽ തീ പടരുന്നതിന് മുമ്പ് ആ സമയത്ത് തന്നെ നമ്മൾ ഗണപതിയുടെ വിളക്കും കൊളുത്തിക്കണം. അതിലൊരു ഈ പടുക്കയ്ക്കൊപ്പം ഒരു വെറ്റയും പാക്കും കൂടി വയ്ക്കണം കേട്ടോ. ഈ ഗണപതിയുടെ വിളക്ക് അണയാതിരിക്കുക ശ്രദ്ധിക്കുക. പക്ഷേ ഈ പുറം സ്ഥലത്തൊക്കെയാണ് അണഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മനസ്സിനൊരു അതിലൊരു ഫീലിംഗ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. മാക്സിമം നോക്കുക എന്നുള്ളതേ ഉള്ളൂ. സാധ്യത വളരെ കുറവാണ്. ഒത്തിരി പ്രാവശ്യം നിൻ്റെതോ അണഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തല്ലേ, കാറ്റ് വരുന്ന എല്ലാം കൊള്ളൂല്ലോ. അപ്പം സാധ്യതയില്ല. എന്നാലും ഞാൻ പറഞ്ഞു മാക്സിമം ഒന്ന് നോക്കി കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എൻ്റെ മനസ്സ് വിടങ്ങല്ല കേട്ടോ. ഞാൻ അങ്ങ് പഴയ കാലത്തിലോട്ട് പോയി. അതായത് എൻ്റെ ചെറുതിലേ എനിക്ക് താലപ്പൊലി എടുക്കാൻ പോലെ എൻ്റെ അമ്മ ആറ്റൽ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ടുകൊണ്ട് പോകില്ല. അപ്പോൾ വേറെ ഡ്രസ്സ് താലപ്പൊലിക്ക് ഇടുന്ന ഡ്രസ്സ് പോയിക്കൊണ്ട് പറഞ്ഞു പോകും. എന്നിട്ട് ഈ പൊങ്കാലയൊക്കെ വേവിച്ചൊക്കെ സെറ്റാക്കിയതിന് ശേഷം അമ്മ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് കൈകാലമൊക്കെ കഴുകിയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് തലയിലെല്ലാം നമ്മൾ പോയി താലപ്പൊലി എടുത്തിട്ട് വരും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പർച്ചേസൊക്കെ ഇറങ്ങും. കാരണം ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ 10:30 കൊളുത്തി 1:30 നേദിക്കുകയാണ്. അന്നങ്ങനെയല്ല. അന്ന് 9:30, 10, 10:30 കൊളുത്തിയാൽ പോലും 4 മണിയോടെ ആവും, 3:30, 4 മണിയോടെ ആവും നേദിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ടൈമും നമ്മൾ അവിടെയാണ്, അത്രയും ടൈം. അപ്പം ഇന്നത്തെ പോലെ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല, ഒരിടത്തും ഫുഡൊന്നുമില്ല. ഇന്നാണെങ്കിലോ ഓരോ സ്ഥലങ്ങളിൽ എന്തെല്ലാം സാധനങ്ങൾ, ഇഡ്ഡലി, ഉപ്പുമാവ്, പിന്നെ ചോറ്, ബിരിയാണി, ഇങ്ങനെ പലയിടത്തും പല തരില്ല. അന്നൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ചിരിമുളകോ അങ്ങനെ കുറച്ചൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ഈ പൊങ്കാലകളെല്ലാം ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം അവിടെ നമ്മൾ കട്ടനും കൂടെ ഇട്ട് ഇതെല്ലാവർക്കും കൂടി കൊടുത്ത് വട്ടം കൂടി ഇരുന്ന് കഴിക്കും. പക്ഷെ അതൊക്കെ അങ്ങനെയൊന്നൊരു കാലമൊന്നും എനിക്ക് തിരിച്ചു കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഓർക്കാൻ പോലും ഒരു കുളിര് കോരുന്ന ഒരു സംഭവങ്ങളാണ് അതൊക്കെ, അന്നത്തെ ആ കാലം എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കരകൗശല വസ്തുക്കളുണ്ടല്ലോ, എന്താണെന്നറിയോ, മുറം, വട്ടി, കൂട്ടായി, അരി വാർത്തുന്ന ചൂറ്റില്ലേ, അങ്ങനെ എന്താ പറയല്ലേ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൂടെ വാങ്ങിക്കാനാണ് പോകുന്നത്. അതെല്ലാം കൂടെയൊക്കെ വാങ്ങി പിന്നെ ഈ ഒരു വള്ളിയിൽ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ ഒരു മുറുക്ക്, അതൊക്കെ എനിക്കിഷ്ടം. അത് മുറുക്ക്, ഈ പൊരിയുണ്ട, ഇതൊക്കെ അമ്മ എനിക്ക് നേരത്തെ വാങ്ങിച്ചു തരും. ഞാൻ അതൊക്കെ അവിടെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഒരു പൊങ്കാല ഇടുമ്പോൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ തീരില്ല കേട്ടോ. ആ ഒരു രസം നിന്നില്ല. പിന്നെ ഭക്തി ഇപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മുമ്പത്തെ കാലം കൂടുതലാണ്. എല്ലാവർക്കും ഒത്തിരി പേര് ഭക്തി മാർഗത്തിലോട്ട് തിരിയുന്നുണ്ട്, അതുപോലെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മക്കളുമാരല്ല ഇന്നാ ദോഷക്കാരൻ. അന്നുള്ള മക്കളെല്ലാം നല്ല മക്കളാണ്. ഇന്നത്തെ മക്കൾ അഴുക്കുകയാണെന്നല്ല, എന്നാൽ പോലും എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ മക്കൾക്കും ഒരു മൈൻഡ് മാറ്റമല്ലേ. കണ്ടില്ലേ ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നാട്ടിൽ നടക്കണേ. അപ്പോൾ എല്ലാവരും പൊങ്കാല ഇടുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചും കൂടെയൊക്കെ പ്രാർത്ഥിക്കാൻ കേട്ടോ. നാളെ അവരുടെ മക്കൾ നമ്മുടെ മക്കളായിക്കൂടായികയില്ല. അപ്പോൾ അതിനൊരു ഇടകൾ വരുത്താതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച്
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ പൊങ്കാലിടണം. അവനവനെ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇടരുത്. എല്ലാവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവരും വാങ്ങിക്കൊള്ളുക. അപ്പോൾ ഞാൻ സംശയത്തിൻ്റെ ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയും പൊങ്കാലയ്ക്ക് പോവാം. ഒത്തിരി സംശയങ്ങളുള്ളവർ അതിൽ കാണാത്തവർ അതിൽ നോക്കുക. എന്നിട്ട് ഈ ഐതിഹ്യം നോക്കുക, എന്തിനാ പൊങ്കാല ഇടുന്നതെന്ന്. നമ്മളെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ നടക്കേണ്ടതായിട്ടുള്ളതെല്ലാം പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പൊങ്കാലയിട്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാനായിട്ട് ഒരവസരം അമ്മ തരട്ടെ. ഈ വർഷം നിങ്ങൾക്ക് അത്രയും പുണ്യമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് ഉപയോഗപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചെയ്തു വന്നിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഞാൻ ഇതിലോട്ടിട്ടത്. ഞാൻ യൂട്യൂബ് അങ്ങനെയൊന്നും കണ്ടെടുത്തതല്ല. എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്, അമ്മയെ കണ്ടു പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അത് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്ത് അതുപോലെയൊക്കെ ചെയ്യുക. എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും അമ്മ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്നത് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്.